ഇന്ന് മാമാടെ മോളുടെ കുട്ടിയുടെ റിസപ്ഷൻ കേട്ടോ, കല്യാണ റിസപ്ഷൻ. അപ്പം അത് കാരണം രാത്രികൾക്ക് ഫുഡൊന്നും വേണ്ട, രാവിലെ ഉച്ചയ്ക്ക് മതി. രാവിലെ ലൈറ്റായിട്ട് വേഗം പുട്ടുണ്ടാക്കി, അപ്പോൾ വേഗം പണി ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ചോറും കറിയും ഉണ്ടായിരുന്നു, തലേ ദിവസത്തൊക്കെ ഉണ്ടാകും, അതൊക്കെ തിളപ്പിച്ചുറ്റി കൂട്ടാനൊക്കെ ചൂടാക്കിയിട്ട് ഉച്ചയ്ക്ക് അങ്ങനെ ഒപ്പിച്ചു കേട്ടോ. നേരം വെളുത്തപ്പോൾ പണിയൊന്നും ഇല്ലാത്ത കാരണം ചെറുതായിട്ട് പണിയല്ലുള്ളൂ, ചെറിയ പണികളിലുള്ളൂ, വലിയ കാര്യമായിട്ടുള്ള പണിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്ത് മുറ്റത്തിറങ്ങി ചെടികളും കൃഷികളൊക്കെ ഒന്ന് നോക്കിയിട്ടാണ്. അപ്പോൾ കൈപ്പക്ക 3 ഉണ്ടായുള്ളൂ. പിന്നെ പയർ പിന്നെ നമുക്ക് കുറേ കിട്ടിയിട്ടാണ്, മാഷാ പയറൊക്കെ ഇഷ്ടംപോലെ കിട്ടി. പയർ പന്തലിൻ്റെ ഒരു ഇതൊക്കെ അവസാനിച്ചു തുടങ്ങി, മഞ്ഞ കളറൊക്കെ കയറി. പിന്നെ എന്ത് ഞങ്ങളെ തൊട്ടപ്പുറത്ത് അവിടെ ഉണ്ടാക്കുന്ന ചെടിയാട്ടോ, നല്ല വൈകിൻ്റെ പൂവാണ്. അതിങ്ങനെ എല്ലാ കൊല്ലം ഉണ്ടാവും കേട്ടോ, അങ്ങനെ മൊന്ത പിടിച്ചിട്ട്. എന്നിട്ട് ചെരുമ്പോഴെല്ലാം റിസപ്ഷന് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ തിരുമ്പാളൊക്കെ തിരുമ്പി മുറ്റത്ത് തോരട്ടു കേട്ടോ. എന്നിട്ട് ചെറിയപ്പോൾ റിസപ്ഷന് പോയപ്പോൾ അവിടെ ആദ്യം ജ്യൂസ് കുടിച്ചിട്ടോ. ഞാൻ ജ്യൂസ് കുടിച്ച് പൈനാപ്പിൾ ജ്യൂസ് മിൻ്റ കണ്ട കുടിച്ചിട്ട് വലിയ ഇതാറില്ല. ചെന്നപ്പോൾ നേരെ ഞാൻ മുകളിലേക്ക് ചെന്നപ്പോൾ പെൺകുട്ടി ചെക്കനൊക്കെ സ്റ്റേജിൽ കയറാനുള്ള സെറ്റപ്പിലൊന്നും ഉണ്ടാകും കേട്ടോ. അറബിക് ഡാൻസ് പോലത്തെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പാട്ടും ഗാനമേളയും പിന്നെ ചെറുപാട്ട്, നല്ല പാട്ടാട്ടെ കൂട്ടർ പാട്ട് കേട്ടിട്ടുണ്ട്, എല്ലാവരും കണ്ടില്ലേ. പിന്നെ ഫിലിമിനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നേക്കാൾ മുന്നേ അവർ അറബി ഡാൻസ് പോലത്തെ ഡാൻസ് കളിക്കും കേട്ടോ. സൂഫി ഡാൻസ്, പഞ്ചാബി ഡാൻസ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടാകും കേട്ടോ. പിന്നെ ഞാൻ എല്ലാ ബന്ധകാര്യങ്ങളുടെ സന്തോഷത്തിലായിരുന്നു കേട്ടോ. അവരൊക്കെ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വരുമ്പോഴാട്ടോ അവർ കാണുള്ളൂ. അങ്ങോട്ടും കൂടെയൊക്കെ പോക്കും വരവൊക്കെ കുറവാണ്, പക്ഷെ ഇങ്ങനെ ഫംഗ്ഷൻ വരുമ്പോൾ നല്ല സ്നേഹം കേട്ടോ. യൂസഫ്ക്കാട് ഉമ്മാടെ ആൾക്കാർ അടിപൊളിയാണ്. അവർ എല്ലാ പരിപാടിക്കും എല്ലാവരും കൂടി എന്താ അടിപൊളിയാണ്. ഒരു കുടുംബസംഗമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നല്ല രസമായിരുന്നു, നല്ല സ്നേഹമുള്ള ടീമാണ്. അപ്പോൾ അതാണ് കേട്ടോ അതിരുക്ക എന്ന് പറഞ്ഞാൽ യൂസഫ്ക്കാട് ഏട്ടനായിട്ട് വരും, ആളുടെ പാട്ടുകൾ എല്ലാവരും ഫാമിലിയിലുള്ള ഇതെല്ലാവരും പാട്ടുകാർ തന്നെയാണ്. അപ്പോൾ ഉണ്ണിമോള് വന്നപ്പോൾ നേരെ വൈകിട്ട് ഭക്ഷണം കഴിക്കാൻ നിർത്തി വയ്ക്കുമ്പോൾ റൈസും പൊറാട്ടയും ചിക്കൻ കറിയും പിന്നെ റുമാലി റൊട്ടി, ചില്ലി ചിക്കൻ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞാനിതാട്ടോ ഞാൻ കഴിച്ചിട്ടുണ്ടാക്കിയത്. ഞാൻ ബീഫൊക്കെ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത്രയും നേരെ വൈകി അപ്പോൾ ഉണ്ണിമോള് വരാൻ വേണ്ടിയിട്ട്. അത് പിന്നെ ഞങ്ങൾ താത്താരോടൊക്കെ വർത്താനം പറഞ്ഞിട്ട് ഇവിടെ നിന്നു. നേരെ വൈകി നല്ല മഴ പെയ്തപ്പോൾ മാൾട്ടിയുടെ ബദറു ബസ് സ്റ്റോപ്പൊക്കെ ആക്കിയിട്ട് വന്നിട്ട്. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് വിളിച്ചിട്ടാണ് നല്ല രസമുണ്ടാകും, നല്ല രസമായിരുന്നു. എത്രയൊക്കെ ആകുമ്പോൾ ബസ് കിട്ടിയത്. ഞങ്ങൾ ബസ് കിട്ടി വീട്ടിലെത്തിയപ്പോൾ ഷാനി പറഞ്ഞു നമുക്ക് കുലുക്കി സ്ഥലത്ത് കുടിക്കാണ്ട്. അപ്പോൾ ആദ്യം കാറിൽ ഞങ്ങളതിനെ അങ്ങോട്ട് കൊണ്ടുപോയി. ആദ്യം എന്നിട്ട് കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടാണ്. പള്ളിപ്പെരുന്നാളിനോട് ഉണ്ട് ടൗൺ കൂട്ടി കൊടുത്തതായിട്ടാ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് പള്ളിപ്പെരുന്നാളിൻ്റെ വീഡിയോസൊക്കെ എടുത്തു. അതാ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പള്ളിപ്പെരുന്നാളൊക്കെ അങ്ങനെ ചെറുപ്പത്തിലൊക്കെ കണ്ടിട്ടുള്ളത്, അങ്ങനെ വരാറൊന്നുമില്ല. കുലുക്കി കുടിക്കാന്ന് പറഞ്ഞപ്പോൾ ചാടി കയറി പോകുന്നതാട്ടാ. എന്നിട്ട് കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ടോയ്സിൻ്റെ കടയും പിന്നെ പൊരി അങ്ങനത്തെ കടകളും ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കമ്മലുകളെ ഫാൻസി ഐറ്റംസ് മാത്രമായിട്ടുള്ള കട കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുലിക്കക്കാരോടെ എത്തി. കൈ വിട്ടുപോയ കുലുക്കിന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യക്ക് ബൂസ്റ്റ് കുലുക്കി മതി എന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾ ആദ്യം കൺഫ്യൂഷൻ അടിച്ച് ഏത് കുലുക്കിയ മേടിക്കുക. അപ്പോൾ അവരോട് സ്പെഷ്യൽ ഏതാ വെച്ചാൽ അത് എടുത്തു പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്ത് മാംഗോ കുലുക്കി എടുത്തു. അപ്പോൾ എനിക്കാണെങ്കിൽ മാംഗോ വേണ്ട തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഓറഞ്ച് കുലുക്കി മതി. അപ്പോൾ ഷാനിക്ക് മാംഗോ കുലുക്കി തന്നെ മതി തന്നു. അപ്പോൾ ആദ്യം ബൂസ്റ്റ് കുലുക്കി കൊടുത്തു. എനിക്ക് ഷാനിക്ക് മറ്റേ മാംഗോ കുലുക്കി കൊടുത്തു. അപ്പോൾ എൻ്റെ ഓറഞ്ച് കുലുക്കി അട്ടേക്ക് കുലിക്കുന്നത് നല്ല കുലുക്കുണ്ടായാലും എല്ലാം വെച്ചിട്ടാ. നല്ല ഭംഗിയാണ്. ഞാൻ കുടിക്കുമ്പോൾ ഞങ്ങളുടെ വിരിപ്പാക്കുള്ള കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനോട് കുറേ നേരം വർത്താനം പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് പോകുന്ന വഴിയായിട്ടല്ലേ. റോട്ടിലും കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് കൊടുത്തേക്ക് വരുമ്പോഴാണ് ഈ കടകളൊക്കെ കണ്ടത് കേട്ടോ. അതൊക്കെ വീഡിയോ എടുത്തു. ചെറുപ്പത്തൊക്കെ നല്ല ഇഷ്ടമായിരുന്നു. ഞങ്ങൾ തിരിച്ച് പോകുന്നു. അപ്പോൾ തിരിച്ച് പോകുന്ന വഴിക്ക് ആദ്യം അൽഫാം കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റാഹത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് പോകുന്നു.
പക്ഷേ റാഹത്തിൽ ചെന്നപ്പോഴത്തേനും അവിടെ കടക്ക് ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തന്നെ വിട്ടു. എന്നിട്ട് അവിടെ വന്നിരുന്നിട്ട് ഞങ്ങൾ 2 മണിയിൽ നിന്ന് വർത്താനം പറഞ്ഞു. പിന്നെ കിടന്നുറങ്ങി.